RSS സൈദ്ധാന്തികൻ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ RSSകാർ പറയുന്നു ഇയാൾക്ക് ഔദ്യോഗിക സ്ഥാനമൊന്നുമില്ല എന്നതിൽ. അതറിയാമോ എനിക്ക്. സൈദ്ധാന്തികൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ TG മോഹൻദാസിൻ്റെ തുടരെയുള്ള പ്രസ്താവനകൾ കാണാനിടയായിട്ട്. അപ്പോൾ അത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് വിചാരിച്ചു. കാരണം പറയുന്ന ഇത്രയും തല്ലിപ്പൊളിത്തരങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ, പുറത്ത് പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊക്കെയാണ് വിളിച്ച് പറയുന്നത്. അപ്പം ഞാനത് നോക്കിയപ്പോൾ അതിനകത്തുള്ള പ്രശ്നം ആദ്യം പറഞ്ഞതെന്ന് പറയുന്നത് വളരെ വഷളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ഒന്ന് അയാളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഈ വിദ്യാർത്ഥികളുടെ സമരം, വിദ്യാർത്ഥികളുടെ ചെറുപ്പക്കാരുടെ സമരം, ജന്തർ മന്തറിലെ സമരം. ഞാനായിരുന്നെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു 4 കിലോമീറ്റർ, ജന്തർ മന്തറിൻ്റെ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കും. അതിനുശേഷം അതുകൊണ്ട് കർഫ്യൂ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെടിവെക്കും. എല്ലാത്തിനെയും അങ്ങ് വെടിവെക്കും. ഒരു തോക്കും കൊടുത്തങ്ങ് വിട്ടാൽ മതി പുള്ളിയെ, കേട്ടോ. വെടിവെക്കാനായിട്ട് നടക്കുകയാണ്. വെടിവെക്കും. വെടിവെച്ചിട്ട് കുറേ പേര് ചാവും, കുറേ പേര് പരിക്കേക്കും. പിന്നെ ഒരു 4 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ അങ്ങ് തീരും. അന്നേരം എല്ലാവരെയും വെടിവെച്ച് വന്നാൽ 4 മണിക്കൂർ കൊണ്ട് തീരുമല്ലോ. 4 മണിക്കൂറൊന്നും വേണ്ട, അതിന് മുമ്പേ തീരും. പുള്ളിയുടെ കണക്കിന് 4 മണിക്കൂർ. അപ്പോൾ അത്രത്തോളം ആളുകളുണ്ടല്ലോ. അത് കഴിഞ്ഞ് ഈ ശവങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനും കൂടെ പറക്കി കൂട്ടി അവിടെ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടിടും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരെണ്ണം. ഇങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന്. യഥാർത്ഥത്തിൽ ഒരു കലാപാഹ്വാനം തന്നെയാണിത്. അതായത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പോലീസുകാർക്ക് വലിയ ഊർജം പകരാനുള്ള ഒരെണ്ണമാണ് ഈ സൈദ്ധാന്തികൻ കൊടുത്ത കാര്യം. അപ്പോൾ അത് വളരെ മോശമായ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അത് പിന്നെ അയാൾ ന്യായീകരിക്കുന്നത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, അതായത് ഞാൻ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഞാൻ അമിത്ഷായോ അല്ലെങ്കിൽ ഞാൻ അവിടെ വെടിവെക്കാൻ പോകുന്ന പോലീസുകാരോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇയാൾ പറഞ്ഞതെന്നാണ്. പിന്നെ ഇയാൾ വീണടത്ത് കിടന്ന് ഉരുളുകയാണ്. ചെളിക്കകത്ത് വീണുപോയി. അത് ആദ്യത്തെ കാര്യതെറ്റി വീണെന്ന് നമുക്ക് പറയാം. കാരണം ഇതുപോലുള്ള വാചകങ്ങൾ പറയുന്ന ഒരാളാണ്. ആ വീണ് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് അങ്ങ് പോയി കുളിച്ചിട്ട് വീട്ടിലിരുന്നാൽ മതിയല്ലോ. അതിന് പകരം ഈ ചെളി തന്നെ വീണ്ടും കിടന്ന് ഉരുളുന്നതാണ് പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ. ഒരു 2-3 ഈ യൂട്യൂബ് ചാനലുകൾ ഉണ്ട്. അവർ എല്ലാം കൂടി ഇയാളെ വെള്ളപൂശാൻ നടക്കുന്നവർ കുറേ പേര്, അത് വിരലിൽ എണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. ബാക്കി ബോധമുള്ള ആളുകൾ മുഴുവൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു. RSSകാർ അവർ പറഞ്ഞു, RSSൻ്റെ നേതാക്കൾ പറഞ്ഞു ഇത് ഞങ്ങളുടെ RSSൻ്റെ അഭിപ്രായമല്ല. TG മോഹൻദാസ് പറഞ്ഞത് RSSൻ്റെ അഭിപ്രായമല്ല. TG മോഹൻദാസിന് RSSൽ സ്ഥാനമാനങ്ങളൊന്നും ഇല്ല, അദ്ദേഹം എന്ന് വെച്ചാൽ ഔദ്യോഗിക സ്ഥാനങ്ങളൊന്നും വഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ല, അയാൾ RSSകാരനല്ല എന്നുള്ള വിവരം അവർ പറഞ്ഞില്ല. പക്ഷെ എനിക്കറിയാവുന്ന RSSകാർ ഇതേപോലുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരായിട്ട് ഞാൻ അധികം വരെ കണ്ടിട്ടില്ല. ഇനി ആശയം ചിലപ്പോൾ മനസ്സിൽ കാണും. ഇതുപോലെ വിളിച്ചു പറഞ്ഞ് ഈ നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല RSSൽ. ഇനി അത് പോയിക്കോട്ടെ, അത് ഞാനങ്ങ് വിടുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം താല്പര്യം. അദ്ദേഹമായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഏതായാലും അദ്ദേഹമായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇന്നൊരു മറുപടി കിട്ടിയിട്ടുണ്ട്. കാരണം പോലീസ് കേസെടുത്തിട്ടുണ്ട്, അത്തരം ചെയ്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ജാമ്യത്തിന് വേണ്ടിയൊക്കെ ഓടി നടക്കണം. അപ്പോൾ ജാമ്യം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട്. ഇത് മാത്രമല്ല, ഇനി ഇതാണെങ്കിലും ഞാൻ ഒരുമാതിരിപ്പെട്ട അങ്ങ് പോകുന്ന കളഞ്ഞാൽ. കാരണം ഇയാൾ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും, ഹൈപ്പോത്തിക്കലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അയാൾ പറഞ്ഞത്. പക്ഷെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞേക്കുന്നതാണ് എനിക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടായത്. അമ്മയും പെങ്ങന്മാരും ഒന്നും ഉള്ളവന്മാരും ഒരിക്കലും പറയാത്ത കാര്യമാണ് അടുത്തത് അയാൾ പറഞ്ഞത്. അതായത് അവിടെ ജന്തർ മന്തറിലും ഒക്കെ ചെന്നേക്കുന്ന പെൺകുട്ടികൾ, ഒരുപാട് പെൺകുട്ടികൾ അവിടെ ചെന്നിട്ടുണ്ട്. ഇതിൽ ഈ സമരം മുറയിൽ, ഈ പ്രതിഷേധ സമരത്തിൽ ധാരാളം പെൺകുട്ടികൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ അതിൻ്റെ നേതാക്കളുമായിരുന്നിട്ടുണ്ട്, CJPയുടെയൊക്കെ. അങ്ങനെ വരുന്ന ഉടനെ അവരെ ഒക്കെ കുറിച്ച് പറഞ്ഞ കുറേ വാചകങ്ങളുണ്ട്. ഒരു വാചകമൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടെന്ന്, പെൺകുട്ടികളെ
അങ്ങനെയുള്ളവളുമാരാ അവിടെ വന്നേക്കുന്നതെന്ന്. വീട്ടിൽ കയറിപ്പോടി എന്നും പറഞ്ഞ് അങ്ങ് പറഞ്ഞയക്കാമായിരുന്നു. അതുപോലെ പറഞ്ഞേക്കുന്നതെന്ന് ആ രീതിയിലൊക്കെ ഉള്ള വർത്തമാനങ്ങളാണ് മുഴുവൻ പറഞ്ഞത്. പിന്നെ അവരുടെ വസ്ത്രധാരണം അതിനെക്കുറിച്ച് പറഞ്ഞു. അവരുടെ ക്ലീവേജൊക്കെ കാണത്തക്കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതെന്നും അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഫോട്ടോകൾ എടുക്കുന്നതെന്നും വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നതെന്നും അവരിലത് ആണുങ്ങൾ അവരുടെ മുഖത്തല്ല നോക്കുന്നതെന്നും ഈ അവരുടെ നെഞ്ചത്തോട്ടാണ് നോക്കുന്നതെന്നും ഒക്കെ ഉള്ള വൃത്തികേട് ഇത്രയും ഒരു പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ ഇരുന്ന് പറയുന്നത്. അയാൾ ഒന്നുമില്ല ആ പ്രായത്തിൻ്റെ പക്വത കാണിക്കണ്ടേ ഇതിനകത്ത്? നാണമില്ലേ ഇയാൾക്ക്? അയാളുടെ വീട്ടിൽ സ്ത്രീകൾ കാണത്തില്ലായിരിക്കും. എനിക്കറിഞ്ഞൂടല്ലോ, ഇയാളെ ഒരു അമ്മ പറ്റതായിരിക്കത്തില്ലേ? അങ്ങനെയുള്ള ഒരുത്തം പറയുന്ന വാചകങ്ങളാണോ ഈ പറഞ്ഞതൊക്കെ? നമ്മുടെ നാട്ടിലെ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ, നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ അമ്മമാരെ ഒക്കെ ഈ രീതിയിൽ ഇയാളെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. അതൊന്നും ഒരു കാരണവശാലും RSSൻ്റെ നയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. RSSകാരൊന്നും അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് RSS സൈദ്ധാന്തികൻ എന്ന് ഇയാളെ ഞാൻ പറഞ്ഞു പോയത് അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് ഞാൻ കേട്ട് പറഞ്ഞതാണ്. എന്താ സൈദ്ധാന്തികം, എന്ത് സിദ്ധാന്തമാണ് ഇയാൾക്കുള്ളതെന്ന് എനിക്കറിയില്ല. ഏതായാലും ശരി, ആ സൈദ്ധാന്തികൻ ഇനി കുറേ ഓടി നടക്കും. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനിടയാവുന്നവരൊക്കെ അത്ര എളുപ്പം ഇയാളെ അങ്ങ് കളയും എന്നെനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലാണ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞേക്കുന്നതെന്നൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് ഇത് തന്നെ വീണ്ടും ഈ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ പിന്നെ ഇയാൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് അതിശയം. ഇയാൾക്ക് എന്ത് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം ഒരു അപകടം പറഞ്ഞു പോയാൽ എനിക്കിങ്ങനെ ഒന്ന് പറ്റിപ്പോയി, ഒരു പിഴ പറ്റിയതാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തലയൂരി പോകുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാനും വീണ്ടും കൂടുതൽ പറയാനുമായിട്ടാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ കണ്ടേക്കുന്ന കാര്യങ്ങൾ. ഇത് ആരെങ്കിലും ഇയാളെ വിളിച്ചു വെച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കൊക്കെ പൈസ കിട്ടണമായിരിക്കും. അവന്മാർ അതിൽ നിന്നൊക്കെ കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇയാൾ വലിയ ആളാണെന്നും പറഞ്ഞ് ഇയാളിത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ചിലർക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടല്ലോ, ചിലർക്ക് ഇഷ്ടമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഏതായാലും വളരെ മോശമായി പോയി ഈ വർത്തമാനം, വളരെ മോശം പോയി. ഒരിക്കലും പറയാൻ പാടുള്ളതായിരുന്നില്ല ഈ കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും, ഒന്ന് ആ സമരത്തെ തളർത്താൻ അതിനകത്ത് കലാപത്തിന് ആഹ്വാനം ഉള്ളത് യഥാർത്ഥത്തിൽ കലാപാഹ്വാനം തന്നെയാണ്, അതിനൊരു സംശയമില്ല. അതിന് നല്ല നെഗറ്റീവ് വേയിൽ അത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെല്ലാം അവിടെ ഉണ്ട്. അത് മാത്രമല്ല, അത് ആണെങ്കിൽ പോലും നമുക്ക് കുറച്ച് അങ്ങ് മാറ്റാമായിരുന്നു. കാരണം അത് അവരെയൊന്നും ബാധിക്കത്തില്ല. എന്നിട്ട് ജന്തർ മന്ദറിൽ അത് ആ ബാരിക്കേഡിന് അകത്ത് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. വെളിയിൽ പോലീസുകാർക്ക് അടിയുണ്ടാക്കുന്നതെന്ന്. വെളിയിലിറങ്ങി പോലീസുകാരെ അടിച്ചെന്ന് ആര് പറയുന്നു? ഇയാൾ പോയി കണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വെറുതെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ശരി, ഈ വർത്തമാനം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞേക്കുന്ന ഈ അഭിപ്രായം വളരെ മോശമായിപ്പോയി. അയാൾക്ക് അല്പം പ്രായമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പ്രായം എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ അപക്വമായ പ്രസ്താവനകളാണ്. അവസാനം അതിപ്പോൾ കോടതി ഇനി കയറി ഇറങ്ങേണ്ട ഗതികേടിലേക്ക് അയാൾ എത്തിയിരിക്കുന്നു.